നമ്മൾക്കൊരു കഥ കേട്ടാലോ? ഒരു ദുർബലനായ കഴുതയും കുറുക്കനും തമ്മിൽ നല്ല കൂട്ടുകാരായിരുന്നു. എന്നാൽ കുറേ ദിവസങ്ങളായിട്ട് അവർ പട്ടിണിയായിരുന്നു. നന്നായിട്ടൊന്നും ആഹാരം കഴിക്കാൻ കിട്ടുന്നില്ലായിരുന്നു. അവർ ആഹാരം തേടി തേടി ഒരു നാട്ടിലൂടെ രാത്രിയിൽ സഞ്ചരിക്കുകയായിരുന്നു. ഇങ്ങനെ ഇരിക്കെ അവർക്കൊരു വെള്ളരിക്കയുടെ പാടം കിട്ടി. അവർ ആ വെള്ളരിക്ക പാടത്തിൽ രാത്രിയിൽ കയറി ഇഷ്ടം പോലെ അങ്ങ് കഴിച്ചു, വയറ് നിറച്ചു. എന്നിട്ട് അവർ തീരുമാനിച്ചു, എല്ലാ രാത്രികളിലും നമുക്ക് ഇവിടെ വന്ന് വയറ് നിറയ്ക്കണമെന്ന്. അങ്ങനെ പല രാത്രികളിൽ അവർ വന്ന് കഴിക്കാൻ തുടങ്ങി. ഈ ദുർബലനായ കഴുത നല്ല ബലമുള്ളവനാവുകയും ഭാരങ്ങളൊക്കെ പൊക്കുവാൻ നല്ല ശക്തിയുള്ളവനാവുകയും ചെയ്തു. ഇങ്ങനെ ഇരിക്കെ ഒരു രാത്രിയിൽ ഈ വെള്ളരിക്കയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കഴുതയ്ക്ക് പാട്ട് പാടണമെന്ന് തോന്നി. കഴുത പറഞ്ഞു, ഇന്ന് എനിക്ക് പാട്ട് പാടാൻ തോന്നുന്നുവെന്ന്. കുറുക്കൻ അറിയായിരുന്നു ഇത് മണ്ടത്തരമാണെന്ന്. കുറുക്കൻ പറഞ്ഞു, അയ്യോ നീ പാട്ടൊന്നും പാടിയേക്കരുതേ. കഴുത പറഞ്ഞു, അല്ലല്ല എനിക്കിന്ന് പാട്ട് പാടിയാലേ പറ്റത്തുള്ളൂ. കുറുക്കൻ ഇതും പറഞ്ഞു, എടാ നിനക്ക് പാട്ട് പാടാൻ പറ്റിയ സൗണ്ട് ഒന്നും അല്ല, നീ പാടരുതേ. കഴുത വിചാരിച്ചു ഇവൻ എന്നോട് കുശുമ്പ, അതാ ഇവൻ ഇങ്ങനെ പറയുന്നത്. കഴുത പറഞ്ഞു, ഒരാൾക്ക് സന്തോഷം തോന്നിയാൽ അത് പ്രകടിപ്പിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ആ ആൾക്കുണ്ട്. അതുകൊണ്ട് അതിൽ പിശുക്ക് കാണിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പാടുവാൻ പോവാണ്. കുറുക്കൻ പറഞ്ഞു, നീ പാട്ട് പാടിയാൽ ഇവിടെയുള്ള കാവൽക്കാരൊക്കെ എണ്ണിച്ചു വന്ന് നമ്മളെ രണ്ടിനെ അടിച്ച് ചമ്മന്തിയാക്കും. ഡാ പാട്ട് പാടരുതേ. കഴുത ഇതൊന്നും കേട്ടില്ല. കഴുത പറഞ്ഞു, ഞാൻ ഏതായാലും പാട്ട് പാടുവാൻ പോവുകയാണ്. കഴുത പാട്ട് പാടാനോട് തുടങ്ങുകയും കുറുക്കൻ പറഞ്ഞു, നിക്ക് 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 നിക്ക്, നിനക്ക് പാട്ട് പാടണമെന്ന് എത്ര അത്യാവശ്യമാണെങ്കിൽ ഞാൻ ഈ മതിൽ ചാടി അപ്പുറത്ത് പോയി കഴിയുമ്പോൾ നീ എത്ര വേണേലും പാട്ട് പാടിക്കോ. കഴുത പറഞ്ഞു, ഓക്കെ. അങ്ങനെ കുറുക്കൻ അവിടുന്ന് മതിൽ ചാടി അങ്ങേ വശത്ത് പോയി. കഴുത ഉറക്കെ അങ്ങ് പാടാൻ തുടങ്ങി. കഴുതയുടെ പാട്ട് കേട്ട് അവിടെയുള്ള കാവൽക്കാരൊക്കെ ഓടി വന്നു. എന്നിട്ട് കഴുതയിട്ട് നന്നായിട്ട് അങ്ങ് പെരുമാറി കാലും കൈയും ചതച്ചവിടെ തറയിലിട്ടു. ഈ അവശ നിലയിലിരിക്കുന്ന കഴുത ചിന്തിച്ചു, യോ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞാൽ ഞാൻ കേൾക്കേണ്ടതായിരുന്നു. അവൻ എന്നോട് പറഞ്ഞതാ എനിക്ക് പാടുവാൻ കഴിവില്ലെന്ന്. അവൻ പറഞ്ഞതായി കാവൽക്കാരൊക്കെ എണ്ണിച്ചു വരുമെന്ന്. എന്നിട്ട് ഞാൻ കേട്ടില്ല. അത് കേട്ടിരുന്നെങ്കിൽ എൻ്റെ ഈ ഗതി വരുകയായിരുന്നു എന്ന്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഇങ്ങനെയാണ്. നമ്മുടെ കൂട്ടുകാർ നമ്മളോട് നമ്മുടെ കുറവുകളെ കാണിക്കുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടാറില്ല. നല്ലത് കേൾക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ നമ്മുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുന്നവരെ നമുക്ക് ഇഷ്ടപ്പെടാറുണ്ടോ? ഇല്ലല്ലോ. നമ്മളെപ്പോഴും മറ്റുള്ളവരെ പോലെ ആകുവാൻ ശ്രമിക്കാറുണ്ട്. അവനത് ചെയ്യാമെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ചെയ്തുകൂടാ? അവൻ ചെയ്യുന്നതൊക്കെ എനിക്കും ചെയ്യാൻ കഴിയില്ലേ? എന്നാൽ നമുക്കത് ചെയ്യുവാൻ കഴിവുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കാറില്ല. ആ ആൾക്കുള്ള കഴിവ് നമുക്ക് കാണണമെന്ന് നിർബന്ധമല്ല. നമ്മളിലുള്ള കുറവുകളെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ കഴിവുകളെ മനസ്സിലാക്കുന്ന പോലെ തന്നെ നമ്മുടെ കുറവുകളെ മനസ്സിലാക്കണം. സദൃശ്യവാക്യം 13:16 ഇപ്രകാരം എഴുതിയിരിക്കുന്നു, സൂക്ഷ്മബുദ്ധിയുള്ള ഏവനും പരിജ്ഞാനത്തോടെ പ്രവർത്തിക്കുന്നു, ഭോഷനോ തൻ്റെ ഭോഷത്വം വിടർത്ത് കാണിക്കുന്നു. അതുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മൾ സൂക്ഷ്മബുദ്ധിയുള്ളവനാണോ ഭോഷനാണോ എന്ന്. ഇനി ഏതെങ്കിലും കാര്യത്തിൽ എടുത്തു ചാടുന്നതിന് മുമ്പ് അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുക. ഇതിനുള്ള കഴിവ് നമുക്കുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം.